എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ടൈപ്പ് പൊറോട്ടയല്ല, ഇത് ചൈനീസ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. വാട്സപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ചൈനീസ് പൊറോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അത് ഉണ്ടാക്കുന്നത് കാണാനും പിന്നെ അത് ഉണ്ടാക്കുന്നതൊക്കെ ആയിരുന്നാലും നല്ല ഈസി ആയിരുന്നു. അങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ട് ഞാനത് പൊറോട്ട ഉണ്ടാക്കി നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യം ഞാൻ നേരത്തെ തന്നെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ വരഞ്ഞിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് വരയും. അങ്ങനെ വരഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് വരഞ്ഞിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളീസ് ആയിരുന്നല്ലോ അതേപോലെ കത്തി കൊണ്ട് വരഞ്ഞിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ കുറേ പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വരഞ്ഞ് കഴിഞ്ഞിട്ട് 2 സൈഡിൽ നിന്ന് ഒരു റോൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ സാധാരണ നമ്മളെല്ലാവരും ഒറ്റ സൈഡിൽ നിന്ന് മാത്രമേ റോൾ ചെയ്യുള്ളൂ. പക്ഷേ ഇവർ 2 സൈഡിൽ നിന്ന് റോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഡബിൾ ഡക്കറായിട്ട് വെക്കും. അപ്പോൾ ഈ പൊറോട്ടയ്ക്ക് നല്ല തിക്നെസ് ഉണ്ടാവും, നല്ല ലെയർ ഉണ്ടാവും. അപ്പോൾ നല്ല ലെയറുള്ള പൊറോട്ട ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മൊരിച്ചിട്ട് എടുക്കുമല്ലോ. അങ്ങനെ മൊരിച്ചിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം മൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ പൊറോട്ട റെഡി ആയിട്ട് തട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ മോൾ ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലെ ലെയറൊന്നും ശരിക്കും അങ്ങോട്ട് മുരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വരഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് വരഞ്ഞിട്ട് എടുക്കണം. പിന്നെ മൊരിച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും നമ്മൾ അതനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പൊറോട്ടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മലയാളീസ് ആയിരുന്നാലും നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് പൊറോട്ട റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ പൊറോട്ടയ്ക്ക് ആയിരുന്നാലും നമ്മൾ വീട്ടിലേക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. അല്ലാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണമല്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആയിരുന്നാലും റെഡി ആക്കിയിട്ട് എടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ആ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. പിന്നെ ഇതിനകത്ത് നമ്മൾ എന്താ പറയുക, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വെക്കുന്നുണ്ടോ, അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയാലും പൊറോട്ട റെഡി ആയിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല, നമ്മുടെ പൊറോട്ട, നമ്മുടെ ചൈനീസ് പൊറോട്ട നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമ്മൾ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ ഗ്രാമിൽ നോക്കുമ്പോൾ അത് 360 ഗ്രാം ഉണ്ടാവും കേട്ടോ. മൂന്ന് കപ്പ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 3/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊടി ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് സാധാരണ ടാപ്പ് വാട്ടർ ചേർക്കും. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം അത് 3/4 കപ്പ് ചേർക്കാം. ഫസ്റ്റ് നല്ല തിളച്ച വെള്ളം ചേർക്കാം. ഇതാ വെള്ളം ചേർത്ത് വഴിക്ക് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ 3/4 കപ്പ് സാധാരണ വെള്ളം. ഇത് 250 ml 3/4 കപ്പാട്ടാ. ഫസ്റ്റ് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. മൈദപ്പൊടി എപ്പോഴും കുഴയ്ക്കുമ്പോൾ നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് കൈയുടെ ഇങ്ങനെ അടിഭാഗം വെച്ചിട്ട് ഇങ്ങനെ പരത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും കൈ കൊണ്ട് അങ്ങനെ തന്നെ പരത്തുക. അങ്ങനെ ആയിരിക്കട്ടെ നമുക്ക് മൈദപ്പൊടി എപ്പോഴും കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമുണ്ടാവുക. വെള്ളമെങ്ങാനും കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ നന്നായിട്ട് പിടിക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ പൊടി ആയിരുന്നാലും ഇതേപോലെ നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ കുറച്ചെങ്കിലും ലൂസായിട്ട് ഇരിക്കണം, ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കരുത്. അത് നോക്കിയേ, ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ, അത് നിർബന്ധമായിട്ടും വെക്കണം. എന്നാൽ മാത്രമേ ഈ പൊടി ഇരുന്നിട്ട് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വരും 2 മണിക്കൂർ കഴിയുമ്പോൾ. അപ്പോൾ നോക്കിയേ, പൊടി ഞാനിവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ പൊടി നമ്മൾ ആദ്യം വെച്ച പോലെ ആയിരിക്കില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. നോക്കി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ തന്നെ നോക്കി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൈമയും പിന്നെ ഇവിടെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടിയിൽ നോക്കി ഇതേപോലെ കുറച്ചൊന്ന് ഓയിലൊന്ന് കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും കുറച്ച് ചേക്കുക. ഇതൊന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കുക. അത് നല്ല സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് നല്ലൊരു ഗ്ലേസിങ് വരും. കണ്ടേ, ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇങ്ങനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇതേപോലെ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്താം. എന്നിട്ട് നമ്മളിത് ഉള്ളിലേക്ക് ഇതെങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്കിത് ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്യാം. എന്നിട്ട് നമുക്കിത് പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ 6 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുക. എന്നിട്ട് ഇത് ഒന്നും കൂടി ഓരോ പീസായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി നോക്കി ഇതേപോലെ അടിയിലേക്ക് നോക്കി ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുക അടിയിലേക്ക്. അപ്പോൾ നല്ല ഒരു റൗണ്ട് ബോളായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ ഇങ്ങനെ കുഴിച്ച് ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ചപ്പാത്തി പോലെ ഒന്ന് വെച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇതാ, അപ്പോൾ കൈമ അങ്ങനെ പിടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല ബോളാക്കിയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ 6 ബോളും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി ഞാനിവിടെ കൗണ്ടർ ടോപ്പുമായിട്ടാണ് പരത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ എവിടെയിട്ടാണ് പരത്തണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് ഓയിലൊന്ന് തൂത്ത് തുടങ്ങണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് നമുക്ക് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിച്ചിരിക്കും. പിന്നെ നിങ്ങളുടെ അടുത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്താണ് അവർ ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല ഈസി ആയിട്ടിരിക്കും. പക്ഷേ കട്ടിംഗ് ബോർഡൊക്കെ ആകുമ്പോൾ അവരുടെ ഉള്ളത് വലിയൊരു പീസാണ്. പക്ഷേ നമ്മുടെ കട്ടിംഗ് ബോർഡ് ചെറുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പുമ്പോൾ തന്നെ ഇടാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ഇവിടെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല നീളവും വീതിയും ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഓയിൽ അടിയിൽ തൂത്ത് കൊടുക്കണം കേട്ടോ. ഇത് ആ സ്പേസ് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ ഇതെടുക്കുക. ഇതിനെ ഒന്നും കൂടി ഇതേപോലെ ഉള്ളിലേക്ക് റോൾ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ നീളത്തിൽ നമ്മൾ നേരത്തെ റൗണ്ടിലല്ലേ ചെയ്ത് വെച്ചിരുന്നത്. അപ്പം നീളത്തിൽ കൈ കൊണ്ടൊന്ന് പരത്താം. ഇത് നമ്മൾ ചപ്പാത്തി പോലെ വെച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് പോകണം. അടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീക്കി വെച്ചോ. കാരണം നമുക്ക് നേരെയും പരത്തണം, സൈഡിലേക്കും പരത്തണം. നീളം മാത്രം പോരാ, വീതിയിലും വരണം കേട്ടോ. ഇതാ, അപ്പോൾ നല്ല കനം കുറച്ചിട്ട് നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കണം. പൊറോട്ടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഓയിൽ ഒഴിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ കത്തി വെച്ചിട്ട് വരയാൻ വേണ്ടിയിട്ട് പോകണം. എത്ര ചെറുതായിട്ട് നമുക്ക് വരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണോ അത്രയ്ക്ക് ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ വരഞ്ഞിട്ടെടുക്കുക. നല്ല കനം കുറച്ചിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ഒരു കത്തി വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇതെങ്ങനെ ആക്കാം. അപ്പോൾ ഇത് അടിയിൽ ഓയിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വരും. ഓയിൽ നമ്മൾ അടിയിൽ തേച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആകെ അടിയിൽ പിടിക്കട്ടോ. ഇത് നീങ്ങില്ല നമ്മൾ കാണിക്കുമ്പോൾ. എൻഡിലെങ്ങാനും കുറച്ചിങ്ങനെ കട്ടിയിലിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കോട്ടെ. ചിലപ്പോൾ നമ്മളതിങ്ങനെ കത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ വരയുമ്പോഴേ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ചിലപ്പോൾ വരയില്ല ചിലപ്പോൾ. അപ്പോൾ അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എല്ലാത്തിനും അങ്ങനെ വരില്ല കേട്ടോ. ഇത് എന്ത് ചെയ്യണം, ഇത് നമ്മളിതാ ഇങ്ങനെ കയ്യിലെടുക്കട്ടാ. രണ്ട് സൈഡിലും നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുകയാണ്.
എടുത്തിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇവിടെ ചെറുതായിട്ട് ഒരെണ്ണം വിട്ടിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, അത് പുറത്ത് നിങ്ങൾ പേടിക്കണ്ട. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എവിടെയെങ്കിലും കൂടുതൽ വിട്ട് പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അധികം വലിക്കണ്ട. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരും കേട്ടോ, അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് കൂട്ടാം. പതുക്കെ രണ്ട് സൈഡും ഒന്ന് കനം കുറവ് പോലെ തോന്നുന്നുണ്ട്, അല്ല എവിടെയെങ്കിലും കനം കൂടുതൽ പോലെ തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഈ സെൻറ്ററിലായിരിക്കും കുറച്ച് കനം കൂടുതൽ, അപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തോ. നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. റോൾ ചെയ്യുമ്പോൾ നോക്കിക്കേ, കുറച്ച് വൈഡായിട്ട് നമ്മൾ റോൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ കുഞ്ഞിതാക്കി റോൾ ചെയ്യേണ്ടത്. അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വൈഡായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക. ഇത് പകുതി അവിടെ റോൾ ചെയ്ത് നമ്മൾ നിർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡും നമ്മൾ അതേപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവരാം. രണ്ട് സൈഡും ഒരേ ഇതിനകത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഈ സൈഡും റോൾ ചെയ്ത് കൊണ്ടുവന്നു കണ്ട. ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ റോൾ ചെയ്ത് കൊണ്ടുവരണം. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒറ്റ സൈഡിൽ നിന്നാണ് റോൾ ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് റോൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. ഇനി എന്ത് ചെയ്യും, ഒരു സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ടേൺ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കും കണ്ട. അപ്പോൾ നമുക്ക് നല്ല ലെയർ കിട്ടും കണ്ട. ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട്, ഇപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് പരത്തണില്ല, ജസ്റ്റ് ഒന്ന് പരത്താം. കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു 2 തുള്ളി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മളിത് പരത്താൻ വേണ്ടിയിട്ട് നോക്കരുത്. ഇപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പരന്നു പോവില്ല. ഇത് പരത്തും തോറും അത് പഴയ രീതിയിലേക്ക് തന്നെ വരും. അപ്പോൾ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ട് നീക്കി വയ്ക്കാം കേട്ടോ. കണ്ട അതിൻ്റെ തിക്നെസ് കണ്ട. അപ്പോൾ ഈ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ ഓരോന്ന് പരത്തുക. നമ്മുടെ പാൻ അവിടെ ചൂടാക്കിയിട്ട് വയ്ക്കുക. ഓരോന്ന് എടുത്തിടുക. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. പൊറോട്ട വയ്ക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ലെയറൊന്നും നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റേ സൈഡ് തിരിച്ചിടാൻ പോണേലുമ്പോൾ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതാ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കുക. പിന്നെ ഈ പൊറോട്ടയ്ക്ക് കുറച്ച് കട്ടിയുള്ള പൊറോട്ടയാണ്. നമ്മുടെ പൊറോട്ടയ്ക്ക് ഇത്രയ്ക്കാണ്ട് കട്ടി ഉണ്ടാവില്ല. അപ്പോൾ തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും നമുക്ക് വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇത് മുരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തിരിച്ച് മറിച്ചിടുമ്പോൾ അതിനെ മുരിഞ്ഞ് വരാൻ ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ശരിക്കും മുരിയുള്ളൂ. ശരിക്കും പൊറോട്ടയിലേക്ക് നന്നായിട്ട് ഓയിൽ ചേർത്തിട്ടാണ് കടകളിലേക്ക് ഉണ്ടാക്കുക. അപ്പോഴായിരിക്കും ആ പൊറോട്ടയുടെ ലെയറൊക്കെ ശരിക്കും. ഈ ചൂടോട് കൂടിയിട്ട് നമുക്ക് ഈ പൊറോട്ട ഒന്ന് തട്ടാം. അത്യാവശ്യം നല്ല ചൂടുണ്ട്. പൊറോട്ട നോക്കിക്കേ, നല്ല മുരിഞ്ഞ് നല്ല ലെയറൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിൽ വെന്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഒട്ടും വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോ. പൊറോട്ട നോക്കിക്കേ, ലെയർ കണ്ട. അത് നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ 6 പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയ്ക്ക് മാവ് വെച്ചിട്ട് നമുക്ക് 6 പൊറോട്ടയാണ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കാതെ ശരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല എളുപ്പമാണ്. ഈ മൊരിച്ചിട്ട് എടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.